ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ബർത്തേമിയൂസ് എന്ന പിറവി കുരുടനെ വിളിച്ചു വരുത്തി ഈശോ അവനോട് ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുക? ഈ ആരാധനയിൽ പങ്കുകൊണ്ടിരിക്കുന്ന നാം ഓരോരുത്തരോടും, ഈ ആരാധനയിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന സകല മനുഷ്യരോടും മിശിഹാ തമ്പുരാൻ ഈ നിമിഷം ചോദിക്കുന്നു, അല്ലയോ മകനെ, മകളെ, നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി, നിന്റെ മക്കൾക്ക് വേണ്ടി, നിന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, നിന്റെ അയൽക്കാർക്ക് വേണ്ടി, നിന്റെ നന്മയ്ക്ക് വേണ്ടി, നിന്റെ ഐശ്വര്യത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുക? യേശു ക്രിസ്തുവിന്റെ, രക്ഷകന്റെ ചോദ്യം നമുക്ക് ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുക? ചോദിക്കാൻ ഒരു നിയോഗം നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം. പ്രിയപ്പെട്ടവരെ, നിയോഗങ്ങൾ കർത്താവിങ്കലേക്ക് സമർപ്പിക്കുക. എല്ലാവരുടെയും കരങ്ങൾ ഉയരട്ടെ, സ്വരം ഉയരട്ടെ, എല്ലാ നിയോഗങ്ങളും യേശുവിങ്കലേക്ക് ഉയരട്ടെ. അവനിലാണ് രക്ഷ എന്ന വലിയ തിരിച്ചറിവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവിന്റെ അനുഗ്രഹത്തിന്റെ വിശ്വാസത്തോടെ അങ്ങയുടെ മക്കൾ അങ്ങേ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. സാധിച്ചു തരുന്നവരെ ഈശോയെ നിറയൂ, ഈശോയെ നിറയൂ, ഈശോയെ നിറയൂ, ഞങ്ങളിൽ നീ നിറയൂ. ഈശോയെ നിറയൂ, ഈശോയെ നിറയൂ, ഈശോയെ നിറയൂ, ഞങ്ങളിൽ നീ നിറയൂ. ഈശോയെ നിറയൂ, ഈശോയെ നിറയൂ, ഈശോയെ നിറയൂ, ഞങ്ങളിൽ നീ നിറയൂ. ഈശോയെ നിറയൂ, ഈശോയെ നിറയൂ, ഈശോയെ നിറയൂ, ഞങ്ങളിൽ നീ നിറയൂ. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, നിങ്ങൾക്കായി തുറന്നു കിട്ടും. നിങ്ങളിൽ ഏതൊരപ്പനാണ് മകൻ അപ്പം ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക, മീൻ ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുക? മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് എത്രയോ അധികമായി ദാനങ്ങൾ നൽകും എന്ന് യേശു കർത്താവ് ചോദിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശു മിശിഹ ചോദിക്കുന്നു, നിങ്ങളിൽ ഏതൊരപ്പനാണ് മകൻ അപ്പം ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുക? ആരും കൊടുക്കില്ല. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ഇതുവരെയും ഒന്നും ചോദിച്ചിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്കൊന്നും ലഭിക്കാത്തത് എന്ന് കർത്താവായ യേശു അരുളി ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ആവശ്യമുള്ളവരെല്ലാം ചോദിക്കട്ടെ,
ചോദിക്കുന്നവന് നൽകപ്പെടുന്നു, സമൃദ്ധമായി നൽകപ്പെടുന്നു. നിറച്ചു കുലുക്കി മടിശീലം നിറയെ ദൈവം അളന്നു കൊടുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ നിയോഗങ്ങളും യേശുവിങ്കലേക്ക്, എല്ലാ വേദനകളും യേശുവിങ്കലേക്ക്, എല്ലാ രോഗപീഠകളും യേശു മിശിഹായിലേക്ക് സമർപ്പിക്കപ്പെടട്ടെ. എല്ലാ കടബാധ്യതകള്, എല്ലാ നൊമ്പരങ്ങള്, അപമാനങ്ങള്, തകർച്ചകള്, ഒറ്റപ്പെടുത്തലുകള്, മനസ്സിന്റെ എല്ലാ മുറിവുകള്, ശരീരത്തിന്റെ വൈകല്യങ്ങള്, ആന്തരികമായ മുറിവുകള് യേശു മിശിഹായിലേക്ക് നീക്കപ്പെടട്ടെ. ചോദിക്കുവിൻ, ചോദിക്കുവിൻ, ചോദിക്കുവിൻ. യേശു അരുളി ചെയ്യുന്നു, ചോദിക്കാം നമുക്ക്. ആത്മാവേ നിറയൂ, ആത്മാവേ നിറയൂ, ആത്മാവേ നിറയൂ, നിൻ ദാനങ്ങൾ നൽകൂ. ആത്മാവേ നിറയൂ, ആത്മാവേ നിറയൂ, ആത്മാവേ നിറയൂ, നിൻ ദാനങ്ങൾ നൽകൂ. മുപ്പത്തിയെട്ട് വർഷക്കാലം തളർവാദം ബാധിച്ച ഒരുവൻ ബെത്സയിദ കുളക്കരയിൽ കിടന്നു. ഒരു നാൾ യേശു ക്രിസ്തു അവനെ കണ്ടുമുട്ടി. യേശു അവനോട് ചോദിച്ചു, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അവൻ യേശുവിനോട് മറുപടി പറഞ്ഞു, എന്നെ സഹായിക്കാൻ ആരുമില്ല, എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരാൻ ആരുമില്ല, കുളമിളകുമ്പോൾ എന്നെ ജലത്തിൽ ഇറക്കാൻ ആരുമില്ല. ഞാൻ ഒറ്റപ്പെട്ടു പോയവനാണ്, തളർന്നു പോയവനാണ്, തകർന്നു പോയവനാണ്, സഹായത്തിന് ആരുമില്ലാത്തവനാണ്, സകലരാലും അവഗണിക്കപ്പെട്ടവനാണ്. 100,000 സങ്കടങ്ങളുടെ, നിരാശയുടെ പരാതി അവൻ യേശുവിന്റെ മുമ്പിൽ അഴിച്ചു വെച്ചു. പക്ഷേ കർത്താവായ യേശു ക്രിസ്തു അവനോട് ഒന്നേ ചോദിച്ചുള്ളൂ, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? പ്രിയപ്പെട്ട വിശ്വാസികളെ, കർത്താവായ യേശു ക്രിസ്തു ഇന്ന് ഈ ആരാധനയിൽ പങ്കുചേരുന്ന നാം ഓരോരുത്തരോടുമായി ചോദിക്കുന്നു, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? നിന്റെ രോഗാവസ്ഥകൾ 38 കൊല്ലക്കാലം പഴകിയതായിരിക്കാം. യേശു മിശിഹ ചോദിക്കുന്നു, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന്. സൗഖ്യത്തിന്റെ കർത്താവ് വലതുകരം ഉയർത്തുന്ന ഈ നിമിഷം എത്രയോ അനുഗ്രഹീതം. പ്രിയപ്പെട്ട വിശ്വാസികളെ, തിരിച്ചറിയുക, യേശു മിശിഹ സൗഖ്യത്തിന്റെ വലതുകരം ഉയർത്താൻ ആഗ്രഹിക്കുന്നു. നാം ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് യേശു കർത്താവ് സൗഖ്യം നൽകാൻ ആഗ്രഹിക്കുന്നു. ശക്തി ഞങ്ങളിൽ നിറയട്ടെ. അവിടുത്തെ പരിശുദ്ധാരൂപി ഞങ്ങളെ നയിക്കട്ടെ. കർത്താവിനെ കാണാൻ, അവിടുത്തെ വിശ്വസിക്കാൻ, അവിടുന്ന് പ്രദാനം ചെയ്യുന്ന സൗഖ്യത്തിന്റെ രക്ഷാനുഭവം സ്വന്തമാക്കാൻ യേശു കർത്താവേ ക്ഷമിക്കണമേ. ഹല്ലേലൂയ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിൻ തിരുരക്തം. പെരുമഴ പോ